വിഷുവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു സദ്യ, ഇതെല്ലാമാണ് വിഷുവിന്റെ പ്രത്യേകത. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത്. വിഷുവിന് നമ്മൾ ചെയ്യുന്ന ഐശ്വര്യപൂർണമായ ഏതൊരു കാര്യങ്ങളുടെയും ഫലങ്ങൾ ഒരു വർഷക്കാലം നിലനിൽക്കും എന്നാണ് വിശ്വാസം. മേടം 1 അല്ലെങ്കിൽ മേടം 2 വിഷുവായി നമ്മൾ ആഘോഷിക്കുന്നത്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി തന്നെയാണ്. വിഷുക്കണി ഇല്ലാതെ വിഷു ആഘോഷിക്കുന്നത് ഒരിക്കലും അർത്ഥപൂർണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയാൻ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം. വെള്ളോട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് സങ്കല്പം.